ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പറമ്പൊന്ന് ക്ലീൻ ചെയ്യാം. പറമ്പിലാണെങ്കിൽ നിറച്ച് പുല്ല് നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തു, ഓക്കെ, ഒരു ദിവസം കൊണ്ട് ഈ പറമ്പ് കംപ്ലീറ്റ് ഞാൻ അങ്ങ് വൃത്തിയാക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ഒരു കൈക്കോട്ടും ഒരു വെട്ടുകൊത്തിയൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ പണി തുടങ്ങി. എന്തിനു പറയുന്നു, ഉച്ച വരെ ഞാൻ പണിയെടുത്തു. പക്ഷെ ഒരു ചെറിയ സ്ഥലം മാത്രമേ എനിക്ക് ക്ലീൻ ചെയ്യാൻ വരെ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല. അങ്ങനെ ഞാൻ നമ്മുടെ വേലായുധനെ വിളിച്ചു. ചേട്ടൻ വന്ന് വളരെ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആ പറമ്പ് മുഴുവൻ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കി നിൽക്കുകയാണ് ചേട്ടൻ ചെയ്യുന്നത്. നല്ല ടൂളുകളാണ്, കുറെ ടെക്നിക്കുകൾ ഉണ്ട് ഇക്കാര്യത്തിൽ ചെയ്യാൻ. അപ്പൊ ഇതേപോലെ നമ്മുടെ ഓരോ ദിവസവും കടന്നു പോണ സമയത്ത് അത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒരു 3 ടൂളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് യൂസ് ദ 80-20 റൂൾ, അല്ലെങ്കിൽ പെരാറ്റോ റൂൾ എന്നും കൂടി പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന പ്രവർത്തികളിൽ 20% പ്രവൃത്തി ആണ് നമ്മുടെ ഏറ്റവും 80% റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ 20% വർക്കുകൾ എന്തൊക്കെയാണെന്ന്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് അതിനകത്ത് ഈ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് അത് മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അപ്ലൈ തീംസ് ഡേ സ്ട്രാറ്റജി. ഈ തീംസ് ഡേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കോൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറയാം, ഒരു ദിവസം മാർക്കറ്റിംഗ് ഡേ, ഒരു ദിവസം വേണമെങ്കിൽ സെയിൽസ് ഡേ, ഒരു ദിവസം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡേ, അല്ലെങ്കിൽ ഒരു ദിവസം അക്കൗണ്ട്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ആ ദിവസം അത് മാത്രം ചെയ്യാന്നുള്ള നല്ല കാര്യം എല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു കാര്യത്തിലായിരിക്കും ഫുൾ ഫോക്കസ് ഉണ്ടാവും. അപ്പൊ എല്ലാ മൺഡേ മാർക്കറ്റിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മൺഡേ എത്തിക്കഴിയുമ്പോൾ ആ ദിവസം മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ദിവസം ഫുൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഓരോ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഡു എനർജി മാപ്പിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈംസ് ബ്ലോക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടൈം ബ്ലോക്സിനെ കുറിച്ചിട്ട്. അതായത് ഏത് സമയത്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ടൈമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് എനർജി മാപ്പിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും ഡീപ്പായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ആ സമയത്താണ് ചെയ്യുന്നുണ്ടാവുക. കാരണം അത്രയും കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്ന സമയമായിരിക്കും. ഇപ്പൊ ആഫ്റ്റർനൂൺ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്ന സമയമായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കോളുകൾ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ആ ഉറക്കം നമുക്ക് പോയി കിട്ടും. ഇതേപോലെ ഓരോ സമയങ്ങളും നമ്മുടെ എനർജി ലെവലിനനുസരിച്ച് നമുക്ക് വർക്കുകൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ഒരു ദിവസം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന പല ആളുകളും പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ കൂട്ടർ ആൾക്കാർ ഓൾറെഡി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് സ്റ്റാഫുകളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പോകുന്നത്, സ്കെയിലബിൾ ആവുന്നില്ല. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇടുക. നമുക്ക് നേരിട്ട് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.